ഹലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ബൈക്കിൽ നമ്മുടെ ഫസ്റ്റ് ലോങ് ജേർണി ഞങ്ങളിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങളുടെ ആദ്യത്തെ ലോങ് റൈഡാണിത്. എല്ലാ റൈഡേഴ്സിൻ്റെയും സ്വപ്നമായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് യാത്ര. ഞങ്ങളും അങ്ങോട്ടാണ് പോണത്. അപ്പോൾ കേരള ടു അരുണാചൽ സീരീസിലെ ആദ്യത്തെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് ഹരി ആൻഡ് അതുല്യ. അപ്പോൾ എല്ലാ റൈഡേഴ്സിൻ്റെയും സ്വപ്നമാണ് നോർത്ത് ഈസ്റ്റിലേക്കൊരു യാത്ര. എല്ലാവരും ലഡാക്കും കാശ്മീരും ഒക്കെ ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നോർത്ത് ഈസ്റ്റാണ് ഓപ്റ്റ് ചെയ്തത്. ലഡാക്കും കാശ്മീരും എല്ലാ റൈഡേഴ്സിൻ്റെയും സ്വപ്നമായിട്ടുള്ള ലഡാക്കിലോട്ട് പോകണമെന്ന് തന്നെയായിരുന്നു ആദ്യത്തെ ചോയ്സ്. പിന്നീട് അത് കറങ്ങിത്തിരിഞ്ഞ് തവാങ്ങിലെത്തിച്ചേരുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ട്രിവാൻഡ്രത്തു നിന്ന് തവാങ്ങിലോട്ട് യാത്ര തിരിക്കുകയാണ്. ഞങ്ങളുടെ ജേണിയിലെ ഫസ്റ്റ് ഡേ ആണിന്ന്. അപ്പോൾ ഈ ജേണിയിൽ ഫുള്ള് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ബൈക്ക് എടുത്തിട്ട് കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു ലോങ് ജേണി പോകണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സമ്മർ മന്ത്സ് ആണ് ഓപ്റ്റ് ചെയ്തത്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു സമ്മർ മന്ത്സിൽ മാത്രമേ ഇതുപോലെ ജേണി ചെയ്യാനായിട്ട് പറ്റൂ. ഏപ്രിൽ മെയ് അതിൽ മാക്സിമം ഏപ്രിലാണ് ഞങ്ങൾക്ക് ജേണി ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മന്ത് ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി വളരെ പ്രതീക്ഷയോടുകൂടി ഞങ്ങളുടെ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 30 days, അതായത് ഏകദേശം ഒരു 1 month 31 days ആണ് ഞങ്ങളുടെ ട്രിപ്പ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് എല്ലാ പ്രിപ്പറേഷൻസും ചെയ്തിട്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു മന്ത് മുന്നേ, ഒരു 3 months മുന്നേ തന്നെ ഒരു ലോങ് ജേണി പോകണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ ആദ്യം ഓപ്റ്റ് ചെയ്തു. പിന്നീട് അത് റീലുകളിൽ കണ്ട തവാങ്ങിലോട്ട് എത്തിച്ചേരുകയായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു മന്ത് മുന്നേ തന്നെ എല്ലാ പ്രിപ്പറേഷൻസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള റൂട്ട് മാപ്പ്, എത്ര ദിവസം കൊണ്ട് എത്തണം, എത്ര കിലോമീറ്റർ ഒരു ദിവസം കവർ ചെയ്യണം, എവിടെയൊക്കെ ഒരു ദിവസം സ്റ്റേ ചെയ്യണം, ഇതെല്ലാം കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല ഫുഡിൻ്റെ കാര്യങ്ങൾ, സ്റ്റേയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എമർജൻസി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ്, നമുക്ക് അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ എല്ലാം ഞങ്ങൾ വീട്ടിൽ തന്നെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് ഏർലി മോർണിംഗ് ഒരു 4:15 തന്നെ ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ചൂടുള്ള സമയമാണ്. സമ്മർ മന്ത്സ് എന്ന് പറയുമ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏർലി മോർണിംഗ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റഷ് ഒന്നും കൂടാതെ തന്നെ ഒരുപാട് ദൂരം നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് സമാധാനമായിട്ട് ഒരു 200 കിലോമീറ്ററൊക്കെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങൾ ഇന്ന് നിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ രാവിലെ ബാംഗ്ലൂരിലേക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ട്രിവാൻഡ്രത്തു നിന്ന് ബാംഗ്ലൂരേക്ക് അതായത് ഞങ്ങൾ ഇന്ന് കവർ ചെയ്യേണ്ടത് ഏകദേശം 700 കിലോമീറ്റേഴ്സാണ്. 700 കിലോമീറ്റേഴ്സാണ് ഞങ്ങൾ കവർ ചെയ്യേണ്ടത്. ആ 700 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. പല ആംഗിളിലൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ബുദ്ധിമുട്ടാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പം പോകാൻ ഉദ്ദേശിക്കുന്ന റൂട്ട് നെടുമങ്ങാട്, പാലോട്, കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അതുവഴി രാജപാളയം, മധുര, സേലം, അതിങ്ങനെ ബാംഗ്ലൂർ പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഏർലി മോർണിംഗ്. ഞങ്ങളുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് ഇന്നാണ്. അപ്പോൾ നമ്മൾ റെയിൽവേ പാളമൊക്കെ എനിക്കിങ്ങനെ കാണിച്ചു തരികയാണ്. വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കാനാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് റോഡ് കുറച്ച് മോശമായിട്ടുണ്ടായിരുന്നു, അവിടെ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു. അല്ലാതെ ത്രൂ ഔട്ട് ജേണി ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ ഈ സമയത്തൊന്നും അത്ര ചൂടില്ലായിരുന്നു. 10 മണി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ചൂട് അനുഭവപ്പെടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും റൈഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് തന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് റഷൊന്നും ഇല്ലാതെ ഓടിക്കാനായിട്ട് ഏർലി മോർണിംഗ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പം ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ഒരു വലിയ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് ഞങ്ങളിന്ന് പോകാൻ പോവുകയാണ്. ആ ഡ്രീം ജേണിയിലേക്ക് ഉള്ള ആ ഒരു കാൽവയ്പ്പാണ് ഞങ്ങളിന്ന് നടത്തിയിരിക്കുന്നത്. അത് നല്ല സന്തോഷമുണ്ട്. കാരണം ഒരിക്കലും റീലുകളിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ളൊരു സ്ഥലമാണ് തവാങ്. ഒരുപാട് പേര് റീലുകളും കാര്യങ്ങളുമൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു പ്ലേസാണ് തവാങ്. അവിടേക്ക് എനിക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അതുമാത്രമല്ല ബൈക്കിൽ ഇങ്ങനൊരു ജേണി ആസ്വദിച്ച് പോകാൻ പറ്റുമെന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ബൈക്ക് എടുത്തപ്പോൾ പോലും ഇത്ര ലോങ് ആയിട്ടുള്ളൊരു ജേണി പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ആ ഒരു ഡ്രീമാണ് ഇന്ന് എനിക്ക് ഫുൾഫിൽ ആയിരിക്കുന്നത്. അതിൻ്റെ നല്ല സന്തോഷം എനിക്കുണ്ട്.
അപ്പോൾ ഞങ്ങൾക്ക് ബൈക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ ബൈക്കിൽ സൗത്ത് ഇന്ത്യയിലൊക്കെ അത്യാവശ്യം യാത്ര ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ലോങ് ജേണിയാണ്. ഏത് രീതിയിലും ഏത് ക്ലൈമറ്റിലും ഞങ്ങൾ നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്ത് യാത്ര ചെയ്യുന്നവരാണ് ഞാനും ചേട്ടനും. ബൈക്ക് യാത്ര ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല. ബൈക്ക് യാത്ര ഒരു ലഹരിയാണ് യഥാർത്ഥത്തിൽ. ബൈക്ക് യാത്ര ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാർ യാത്ര പോകണമെന്ന് തോന്നിയിട്ടേ ഇല്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ബൈക്കിൽ യാത്ര. പിന്നെ ഈ സമ്മർ മന്ത് ഓപ്റ്റ് ചെയ്തതാണ് എല്ലാവർക്കും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. ബിക്കോസ് നമുക്ക് ഈ ഒരു മന്തിൽ മാത്രമേ യാത്രകൾ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ രാവിലെ ചായയൊന്നും കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ചായ കുടിക്കാനായിട്ടൊരു കട നോക്കുകയാണ്. അതിന് മുന്നേ തന്നെ ബൈക്കിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ അത് എങ്ങനെയെങ്കിലും എടുക്കണമെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ യാത്ര തുടരുകയാണ്. എവിടെയെങ്കിലും ഒരു പെട്രോൾ പമ്പ് കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോവുകയാണ്. അപ്പോൾ അടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ ബൈക്കിന് പൊല്യൂഷൻ എടുത്തു. ലോങ് ജേർണി അല്ലേ, എല്ലാ ഡോക്യുമെൻസും സേഫായിട്ട് വെക്കണമെന്നുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. ഇനി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം 10 മണിയിൽ കൂടുതൽ ആയിട്ടുണ്ടായിരുന്നു. ഇനി എവിടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുള്ള രീതിയിൽ യാത്ര ചെയ്യുകയാണ്. നമ്മൾ ഈ സർവീസ് റോഡ് നേരെ ചെന്ന് കയറുന്നത് ഹൈവേയിലോട്ടാണ്, എക്സ്പ്രസ് ഹൈവേയിലോട്ടാണ്. അവിടെ നിന്ന് നമുക്ക് പിന്നെ അത്യാവശ്യം സ്പീഡിൽ നല്ല രീതിയിൽ പോകാനായിട്ട് പറ്റും. പിന്നെ റോഡിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഹൈവേയിൽ അവിടെ ഇവിടെ നല്ല രീതിയിൽ പണി നടക്കുന്നുണ്ടായിരുന്നു. ആളുകൾ ഈ നല്ല ചൂടും പൊടിയും ഒക്കെ ഉണ്ട്. ആളുകൾ ഈ ചൂടത്ത് പൊടിയിലൊക്കെ നിന്നാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത്. അപ്പം അടുത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയെങ്കിലും കഴിക്കണം. കാരണം ഇനി അങ്ങോട്ട് കടകൾ കാണുമെന്നൊന്നും ഉറപ്പില്ല. ഹൈവേ സൈഡിൽ കടകൾ വളരെ കുറവാണ്. ബൈക്കും കൂടെ സേഫായിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു കട നോക്കി പോവുകയാണ്. ഉച്ചയാവാറായി. അതുകൊണ്ട് നല്ല ചൂടും പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുള്ള മൈൻഡ് സെറ്റിൽ കടകൾ നോക്കി നമ്മളിങ്ങനെ ജേണി തുടങ്ങുകയാണ്. ജേണിയിൽ നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. നല്ല വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ബൈക്ക് സ്ലോ ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ വെള്ളം കുടിക്കണം. വെള്ളം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. കാരണം സമ്മർ ആയതുകൊണ്ട് തന്നെ നമ്മളെ ബോഡി അത്യാവശ്യം നല്ല ഡീഹൈഡ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 3 ബോട്ടിൽ നിറച്ച് വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടാണ് വന്നത്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒരു 50 കിലോമീറ്റേഴ്സ് കവർ ചെയ്യുമ്പോഴും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. ഇത് ഒരു ടോൾ പാസേര അവിടെ ഒരു കട കണ്ടു. അവിടുന്ന് അത്യാവശ്യം ജ്യൂസ് കുടിക്കാനായിട്ട് നിർത്തിയതാണ്. ജ്യൂസൊക്കെ കുടിച്ച് ഒരാശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങാനായിട്ട് പോവുകയാണ് ജ്യൂസൊക്കെ കുടിച്ചിട്ട്. പിന്നെ ഞങ്ങൾ ഈ യാത്രയിൽ ഫോളോ ചെയ്തൊരു കാര്യമാണ്, ഞങ്ങൾ ഓറൽ ഡീഹൈഡ്രേഷൻ സൊല്യൂഷൻ, അതായത് നമ്മുടെ ഇലക്ട്രോലൈറ്റ് പൗഡർ ഞങ്ങൾ അത്യാവശ്യം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ചെറിയ 750 ഒരു ബോട്ടിലിൽ അത് നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് വെള്ളം തന്നെ കുടിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ ബോഡിയിലുള്ള സോൾട്ടൊക്കെ അങ്ങ് ഡൈല്യൂട്ടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഇലക്ട്രോലൈറ്റ് ഒരുപാടല്ല, വെള്ളം കുടിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഇലക്ട്രോലൈറ്റ് കലക്കിയത് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോലൈറ്റ് കുടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്ഷീണം ഇല്ലായിരുന്നു. ഇത് കാറ്റാടിയുടെ ആ ഒരു ലീഫാണ്. ഞാൻ ഈ സാധനം ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് കാണുന്നത്. അതുകൊണ്ട് ഒരു കൗതുകത്തിന് വീഡിയോ എടുത്തതാണ്. ഇത് ഇത്രയും നീളം ഉണ്ടെന്നുള്ള കാര്യവും ഇത്രയും വലിപ്പം ഉണ്ടെന്നുള്ള കാര്യവും നമുക്ക് അടുത്ത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ നമ്മൾ ആ ചൂടുള്ളത് കൊണ്ട് തന്നെ വെള്ളം നല്ലോണം കുടിക്കണം. നമ്മൾ ബാംഗ്ലൂർ എത്താറായി. അവിടെ KGF ബാംഗ്ലൂർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ഒരു കടയിൽ ചായ കുടിക്കാനായിട്ട് നിന്നു. ഞാനാണത്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് കയറി. അത്യാവശ്യം ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് തന്നെ ഹോട്ടൽ ബുക്ക് ചെയ്തു ബാംഗ്ലൂർ സ്റ്റേ ചെയ്യാനുള്ള. കാരണം ഇനി അങ്ങോട്ട് നമുക്ക് നിർത്താൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്ത് അവിടെ വിളിച്ച് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. വെയിൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ചൂടിനൊരു ശമനമില്ല. അറ്റ്മോസ്ഫിയർ മൊത്തം നല്ല ചൂടായിരുന്നു. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കണ്ടുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കുക എന്നുള്ള രീതിയിൽ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് ഫോട്ടോ എടുക്കുകയാണ്. ഞാനാണ് ബാക്കിൽ ഇരുന്ന് കൈകൊണ്ട് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. ചേട്ടന് വണ്ടി ഓടിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് ത്രൂ ഔട്ട് ഒരു ക്ഷീണവും ഇല്ലാതെ നല്ല രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജേണിയിൽ വെള്ളം കുടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഞങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ടും തൊണ്ടയും ഒക്കെ നല്ല രീതിയിൽ ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹൈഡ്രേഷൻ ബാഗ് വാങ്ങുന്നതാണ് ഏറ്റവും ആപ്റ്റ്. ഹൈഡ്രേഷൻ ബാഗ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത ജേണിയിൽ അത് സെറ്റാക്കണം എന്ന് വിചാരിക്കുന്നത്. കാരണം നല്ല ചൂട് ഉണ്ടായിരുന്നു.
ഈ സമയമായിട്ട് വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു. നമ്മൾ ബാംഗ്ലൂർ എത്താറായി, കർണാടക എത്താറായി. വെയിൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ അറ്റ്മോസ്ഫിയർ മൊത്തം നല്ല ചൂടും പൊടിയും ഒക്കെ ആയിരുന്നു. നമ്മൾ സെറ്റിൻ്റെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും ജേണി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജേണി നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ബാംഗ്ലൂർ എത്താറായി. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു, ഹൈവേയിലും ഒക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ബാംഗ്ലൂർ എത്താറായി എന്ന് മനസ്സിലായത് തന്നെ അതുകൊണ്ടാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ടോൾ പ്ലാസയിലൊക്കെ വണ്ടികൾ ഒരുപാട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഫുഡിൻ്റെ കാര്യം, നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ നമ്മൾ 10-11 മണിയായപ്പോൾ നല്ല ഹെവി ആയിട്ട് വെജിറ്റേറിയൻ ഫുഡാണ് കഴിച്ചത്. അതുകൊണ്ട് നമുക്ക് നല്ല വിശപ്പൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ബ്രെഡും ജാമും ഒക്കെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ബൈക്ക് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. വീണ്ടും ഞങ്ങൾ ജേണി സ്റ്റാർട്ട് ചെയ്തു. അപ്പം ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് മനസ്സിലായി ബാംഗ്ലൂർ എത്താറായി. കാരണം നമ്മൾ കുറച്ച് കിലോമീറ്ററേ ഉള്ളതെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇരട്ടി സമയമായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഓൾറെഡി നല്ല ടയേർഡായിരുന്നു. ഞാൻ നല്ല ടയേർഡായിരുന്നു. ബിക്കോസ് രാവിലെ തുടങ്ങിയ യാത്രയാണ്. രാവിലെ 4:15 തുടങ്ങിയതാണ്. ഇപ്പോൾ തന്നെ 7 മണി ആയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു 7 മണി ആവാറായിട്ടുണ്ടായിരുന്നു. ഇത്ര 700 കിലോമീറ്ററോളം ട്രാവൽ ചെയ്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. അപ്പോൾ നമ്മൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ ഒരു ട്രാഫിക് സിറ്റി തന്നെയാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂർ കാണുകയാണ്. അതിൻ്റെ നല്ല എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ട്രാഫിക്ക് ഭയങ്കരമായിരുന്നു. ഒരുപാട് നേരം നമ്മൾ ട്രാഫിക്കിലൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ വർക്കിംഗ് ടൈം കഴിഞ്ഞതുകൊണ്ട് തന്നെ ജോലിക്ക് പോയ ആളുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ റൂം ലക്ഷ്യം വെച്ച് പോവുകയാണ്. കുറച്ച് ദൂരെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരുപാട് ചുറ്റേണ്ടി വന്നു. നല്ല തിരക്ക് എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് റൂമിലെത്തി ഫ്രഷ് ആയിട്ട് ഇനി നാളെ ഏർലി മോർണിംഗ് റൈഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൂമിലെത്തി. അവിടെ തന്നെ താഴെ ഹോട്ടലുണ്ടായിരുന്നു. നോൺ AC ആണ് ബുക്ക് ചെയ്തെങ്കിലും അവസാനം AC എടുത്തു. നാളെ രാവിലെ ജേണി സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.